ഇവന്റെ 7 വയസ്സ് വരെ ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കൾ. അതിനുശേഷമാണ് ഇവർ പ്രഗ്നന്റ് ആവുന്നത്. തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ കുറുവാ സംഘം മറ്റത് മറിച്ചതെന്നൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം, ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ന്യൂ ഇയറിന് ശേഷം ന്യൂ ഇയർ തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, എന്തായിരുന്നാലും സിലു ടോക്സ് സല ഇവരുടെ കുറച്ച് നാളിന് മുമ്പിടയ്ക്ക് ഉള്ള കുറേ വീഡിയോസൊക്കെ ആൾക്കാർ പലരും അയച്ചു തന്നിട്ടും ഞാൻ ആ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഏതാണ്ട് 5 വർഷത്തിന് മുമ്പ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സിലു, അവരുടെ ഹസ്ബൻഡ്, മൂത്ത കുട്ടികളാണെന്ന് തോന്നുന്നു. അന്ന് അവരെയൊക്കെ വെച്ച് നമ്മളൊരു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഒരു പ്രോഗ്രാം, CCOKയുടെ പ്രോഗ്രാം നടന്ന സമയത്ത് അന്ന് കണ്ടിരുന്നു. അതിനുശേഷം പല അവരുടെ ലൈഫിൻ്റെ ഒരു വളർച്ചയുടെ പല ഘട്ടങ്ങളും കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത്, കൊല്ലത്ത് വന്ന സമയത്തും ഭയങ്കരമായിട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ടായിരുന്നു. അതിനുശേഷം അവർ നല്ല രീതിയിൽ യൂട്യൂബിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ നടത്തി മുന്നോട്ട് പോകുന്നു. അവരുടെ ഹസ്ബൻഡുമായിട്ടൊക്കെ അവരുടെ കുഞ്ഞു അടുത്തും കുഞ്ഞുങ്ങൾ ജനിച്ചില്ല, 5 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇപ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിനകത്ത് അവരുടെ ഹസ്ബൻഡുമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്താ സംഭവം എന്നുള്ള കാര്യം നോക്കാം. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ ഒരു ഒപ്പീനിയൻ എന്നുള്ള സംഭവമല്ല. അത് ഞാൻ എന്തായാലും വഴി ഞാൻ പറയാം, ബാക്കി നോക്കിക്കാം. ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് 2 പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ? ആളെവിടെ? ആൾ നാട് വിട്ടോ? ആൾ വേറെ പെണ്ണ് കെട്ടിയോ? ആക്ച്വലി ടു ബി ഫ്രാങ്ക്, എനിക്ക് അയച്ചു തന്ന ഒരാൾ, 1-2 പേര് ഇത് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കോണ്ടന്റ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അയച്ചായിരിക്കും. ഒരാൾ മാത്രം അയച്ച സംഭവം ഇത് റീച്ചിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇവർ ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് നാളാണ്. അതെനിക്കറിയത്തില്ല. കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചാനലിൽ കൂടെ? അറിയുന്നവരുണ്ട് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും എൻ്റെ അറിവില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വേറെ എന്തൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ മുമ്പ് സംസാരിച്ചായിട്ട് ചിലർ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴൊന്നും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ നമ്മുടെ അറിയുന്ന പരിചയ ഉള്ള അത്ര ഉള്ളതുകൊണ്ട് ചെയ്തില്ല. ഓക്കെ, ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല. ബട്ട് നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ, ഇവർ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ കാണിച്ചു കൂട്ടുകയാണെന്ന്? എന്നാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിനകത്ത് പലരും ആ ഒരു തോന്നലുണ്ടെന്നുള്ള കാര്യം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ശരിയായിരുന്നു. സ്വാഭാവികമായിട്ട് ആൾക്കാരുടെ, പൊതുജനങ്ങളുടെ ചിന്താഗതികൾ പലതാണ്. അതുകൊണ്ട് ആർക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 2006 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. എൻ്റെ 17 വയസ്സും 3 മാസവും പ്രായമുള്ള ആ ഒരു സമയത്ത്. അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത്, അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻറ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അല്ല, എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും ഈ ഒരു കോണ്ടന്റ് എടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ കാണുമായിരിക്കും, കാണാതിരിക്കാം, അറിയത്തില്ല. സിലു ഇന്ന് വളരെ ഉയരത്തിൽ നിൽക്കുന്നൊരു യൂട്യൂബറാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അവരുടെ ഒരു കോണ്ടന്റ് ആക്കുന്നൊന്നുമല്ല ഈ പറഞ്ഞ കണക്കിന്. ഇപ്പം മൊത്തത്തിൽ യൂട്യൂബിൻ്റെ അകത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് അയച്ചു തന്നു. പിന്നെ അതിനകത്ത് തന്നെ കമൻറ്റ് ബോക്സുകളിൽ ചില കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ കണ്ടൊരു കമൻറ്റ്, ഇതാണ് ആ കമൻറ്റ്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് പറയുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം ആരും വീട്ടിൽ വന്ന് ചോദിക്കില്ല. ചോദ്യം വേണ്ടെങ്കിൽ പബ്ലിക്കിൽ വിളിച്ച് പറഞ്ഞ് വരാതിരിക്കുക. ആക്ച്വലി ഈ ആൾക്കാരുടെ ക്യൂരിയോസിറ്റി, ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗിങ്, ഇവരെ കുറിച്ചല്ല, ഇത് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഫാമിലി വ്ളോഗേഴ്സ് എന്നുള്ളൊരു ഇത് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന്, വളരെ പ്ലസൻ്റായിട്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് മാത്രം പോകുന്ന ആൾക്കാർ. അത് അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നു. അതിനകത്തൊരു നെഗറ്റീവ്സ് എന്നുള്ള സാധനം കിട്ടത്തില്ല, കാണത്തില്ല, പറയത്തുമില്ല. മറ്റ് ചില ആൾക്കാരാണെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൻ്റെ അകത്ത് സ്വന്തം വീട്ടിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കും. സ്വന്തം ഭാര്യയുടെ പേരിൽ അവിഹിതത്തിനെ കുറിച്ച് പറയും. സ്വന്തം ഭാര്യയായിട്ട് ഡിവോഴ്സായെന്ന് പറയും. ഭാര്യയുടെ കാമുകനെ പിടിച്ചു എന്ന് പറയും. അതോടൊപ്പം തന്നെ വീട്ടിലെ അമ്മായിയമ്മയായിട്ട് തല്ലാണെന്ന് പറയും. ഈ ഭയങ്കരമായിട്ടുള്ള ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കും. അതായത് ആൾക്കാരെ സ്വാഭാവികമായിട്ടും ഇതെന്താ സംഭവിക്കുന്നത്, അടുത്ത ദിവസം എന്തുണ്ടായി, എന്നിട്ട് ഇവർ ഈ പറയാൻ വേണ്ടിയിട്ട് 2-3 ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുടങ്ങും. അമ്മയ്ക്ക് ചാനൽ, മോന് ചാനൽ, ഈ കുടുംബത്തിൻ്റെ അടിക്ക് വേറെ ചാനലുകൾ, ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാർ ഫേക്കായിട്ട് നിങ്ങളൊക്കെ പറ്റിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പല സമയങ്ങളിൽ നേരിട്ട് അറിഞ്ഞിട്ടും എന്തിനാ ഇത് കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ കാണട്ടെ, അല്ല നമ്മളെന്താ പറയുക.
അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇവരങ്ങനെ ചെയ്യുന്നതല്ല. കാരണം ഞാൻ അന്ന് കണ്ടപ്പോൾ വളരെയധികം സലയാണെങ്കിലും സിലു ടോക്സിലെ ഈ പുള്ളിക്കാരത്തി ആണെങ്കിലും പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ മോളൊക്കെ ആണെങ്കിലും വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ കണ്ടത്. അവർ വളരെ സ്നേഹത്തോടെയാണ് എന്നോടും പെരുമാറിയത്. മൂപ്പനല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇത് ഏതാണ്ട് 5 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. സോ ഇന്ന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. എന്നെ ചിലപ്പോൾ ഓർമ്മിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. കാരണം അറിയുമെന്നുണ്ട് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് അവർ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു യൂട്യൂബർ ഒരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അങ്ങനെയല്ല, നമ്മളൊക്കെ വളരെ താഴെ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ ലൈഫിനകത്ത് നടന്ന കാര്യങ്ങൾ ഇടിച്ചു കയറി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലരും പല സമയങ്ങളിലും അയച്ച കാര്യങ്ങൾ സംസാരിക്കാത്തത്. ബട്ട് ഇത് കണ്ടപ്പോൾ കേട്ടപ്പോൾ വിഷമം തോന്നി. ഇതിനകത്ത് നിങ്ങൾക്ക് തരാൻ കുറച്ച് മെസ്സേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്കി നോക്കിയേക്കാം, അവർ പറഞ്ഞേക്കാം. ഇപ്പം തന്നെ ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ, സിലു ടോക്സ് ഫാമിലി പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കിക്കൊണ്ട് എന്താണെന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് നമ്മളിപ്പോൾ ഒരു സ്ത്രീ പബ്ലിക്കിൽ വന്ന് പറയുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. ഞാനാ പറഞ്ഞത്, എനിക്ക് സംസാരിക്കാനുള്ള ഒരു കോർ ഇവിടെയാണ് ഉള്ളത്. അതായത് ഒരു സ്ത്രീ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. ഇതിനെങ്ങനെയാണ് കാണുക? സമൂഹത്തിൻ്റെ മറ്റൊരു ഡയമെൻഷൻ കൂടി ഇവിടെ നമ്മൾ തുറന്ന് കാണിക്കണം. അതൊക്കെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ചാനൽ സ്ഥിരം കാണുന്ന ആൾക്ക് വേണ്ടിയിട്ടും മാത്രം, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം, ഏതാണ്ട് എവിടെയാണോ ഞാൻ വെളിപാട്, ഓക്കെ, ഏതാണ്ട് 2 days ago ഞാൻ എഴുതിയ 1-2 വരികളാണ്. ഇതിനകത്ത് വെളിപാടെന്ന് അതിന് കൊടുത്തേക്കുന്നത് 2 ദിവസത്തിന് മുമ്പ് എഴുതിയതാണ്. അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ലെങ്കിൽ പട്ടിയെ പോലെ വാലാട്ടി നിൽക്കരുത്, വലിച്ചെറിഞ്ഞ് പോയേക്കണം. ഇത് ഞാൻ ആരെക്കുറിച്ചും അല്ല, അത് എവിടെയാവാം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആയിക്കോട്ടെ, ചിലപ്പം ബന്ധുത്വത്തിൻ്റെ പേരിലായിക്കോട്ടെ, എന്തെങ്കിലും അടിമത്വം നമുക്ക് എവിടെയെങ്കിലും ഒരു ചങ്ങലപ്പൂട്ടായിട്ട് നിലനിൽക്കുന്നെങ്കിൽ അതുകൊണ്ട് ആ ഭാരവും പേര് നിങ്ങൾ എന്തിനു ജീവിക്കുന്നു? അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങളതിനെ എങ്ങനെയാണോ കാണാം, പട്ടി അഥവാ നായ വില കുറച്ച് കണ്ടല്ലേ. കാരണം ഞാനിവിടെ പട്ടിയെ പോലെ വാലാട്ടി നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പട്ടിയെ വില കുറച്ചല്ല, പട്ടി അഥവാ നായ വില കുറച്ച് കണ്ടതല്ല. പക്ഷെ നായ്ക്കൾക്ക് ആഹാരം നൽകിയ ആളോട് അത്രമേൽ കൂറുണ്ട്. അയാളുടെ ക്രൂരപീഡനം ഏറ്റുവാങ്ങിയാലും ആ നായ അയാളുടെ സമക്ഷം വാലാട്ടി ശിഷ്ടകാലം വീണ്ടും വിശപ്പിന് ചെറുക്കാൻ അടിമയായി കഴിഞ്ഞേക്കും. ദുരവസ്ഥ എന്തെന്ന് പറയട്ടെ, നമ്മൾ ഇരുകാലികൾക്കിടയിലാണ് മേൽപ്പറഞ്ഞ അർഹിക്കുന്ന പരിഗണന നൽകാതെ അടിമകളാക്കി മനുഷ്യജീവനെ പന്താടുന്ന ആൾക്കാരുള്ളത്. അത്തരം ആൾക്കാരുടെ കൂടെയുള്ള ദുരിത ജീവിതം പേര് എന്തിനാണ് ശിഷ്ടകാലം വെറുതെ വെറുത്ത് ജീവിച്ചു മരിക്കുന്നത്? അതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. ഈ എലമെന്റ് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നു എന്നൊക്കെ അറിയുന്നു, വളരെ സന്തോഷം. അപ്പം ഈ എലമെന്റ് ഇവിടെ കാണുന്നു. കാരണം അവർ പറയുന്ന വാക്കുകളുടെ അകത്തു നിന്ന് അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ 2 വ്യക്തികൾ, 2 വീടുകളിൽ താമസിക്കുന്ന 2 യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർ, അവരല്ലെങ്കിൽ കൗമാരപ്രായം കഴിഞ്ഞ് അവരുടെ പറഞ്ഞ പ്രായം വളരെ ചെറിയ പ്രായമാണ്. ആ പ്രായത്തിൽ നിന്നും വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം ഒരുമിച്ച് ജീവിതം തുടരുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാവുന്നു. കുഞ്ഞുങ്ങളുണ്ടാവുന്നതൊക്കെ അതിൻ്റെ ഇതായിട്ട് വരുന്ന കാര്യമാണല്ലോ, വളരെ ഇതായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനുശേഷം ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ ഇതാർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ സാഹചര്യങ്ങൾ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ഇന്ന് നിങ്ങളെപ്പോലുള്ള സ്ത്രീജനങ്ങൾ കാണുകയാണെങ്കിൽ, സ്ത്രീജനങ്ങളായിക്കോട്ടെ പുരുഷ ജനങ്ങളായിക്കോട്ടെ, നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന 99% പേരും 99% പേരും പല കാരണങ്ങൾ കൊണ്ട്, ഒന്ന് മക്കളാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോലും, അതായത് നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിട്ടു, മറ്റൊരാളുടെ വിവാഹം കഴിപ്പിച്ച് വിട്ടു എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളുടെ തലയിൽ നിന്ന് ചുറ്റി ദൂരെ എറിഞ്ഞ് ആ ഭാരം ഒഴിപ്പിച്ച് വെച്ച അച്ഛനമ്മമാരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മറ്റൊരു ആശ്രയത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇറങ്ങി ഒറ്റപ്പെട്ട ജീവിതം നയിക്കാമെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞുങ്ങളെ വലിച്ചറച്ചുകൊണ്ട് പോയാൽ അതെങ്ങനെ ജീവിക്കും? സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പോയാൽ പിറ്റേ ദിവസം മുതൽ മുട്ടലായിരിക്കും. എന്തുണ്ട് വിശേഷം, സുഖമാണോ, രാത്രിയും പാതിരാത്രിയും രാവിലെയൊക്കെ വളരെ മാന്യമായിട്ടൊക്കെ നടക്കുന്നെന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ആൾക്കാർ വന്ന് കഥയിൽ മുട്ടാൻ തുടങ്ങും, മെസ്സേജ് അയക്കാൻ തുടങ്ങും. പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ മോളെ ജാടയാണോ? അതായത് പിന്നെ വേറെ തരത്തിലേക്ക് പോകും. അതാണ് ഒറ്റപ്പെട്ടൊരു സമൂഹത്തിലൊരു സ്ത്രീക്ക് ജീവിക്കാൻ അത്രയും പാടുപെടുന്നൊരു കാലം.
അവിടെയാണ് ഒരു സ്ത്രീ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിച്ചിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ചിലപ്പോൾ ക്രൂര പീഡനങ്ങളും മദ്യപാനിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ പീഡനങ്ങളും കൊടിയ സൈക്കോപാത്തുകളുടെ കൂടെയുള്ള ജീവിതം ഒക്കെ ജീവിതം പേറി ജീവിക്കുന്ന പല സ്ത്രീകൾക്കും അവർക്ക് താല്പര്യമില്ല ആ ജീവിതം. അവർക്ക് ആ ജീവിതം തുലം തുച്ഛമാണ്, അടിമത്വമാണ്, ചങ്ങലയാണ്, സ്വാതന്ത്ര്യമില്ലാത്ത എന്താണ് ഒരു നമ്മുടെ എന്താ പറയുമല്ലോ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതായത് സ്വർണം കൊണ്ടുള്ള കൂട്ടിൻ്റെ അകത്താണെങ്കിലും തത്തമ്മ അത് കിടക്കുന്നത് ബന്ധനസ്ഥയായിട്ടാണ്. അതുപോലെ തന്നെയാണ്. അപ്പം എന്തുണ്ടായിട്ട് എന്ത് കാര്യം? വലിയ ആഡംബര വീട്, കാറ്, മറ്റ് കോടി ആസ്തിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അവരുടെ ജീവിതത്തിന് എപ്പോഴും കരുതൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ആൾക്കാരുടെ ഇടയിലുള്ള ജീവിതം. അതിൽ നിന്ന് മാറി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചോദിക്കും, ചില ആൾക്കാർ ചോദിക്കും, നീയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെ സ്ത്രീകളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകാൻ, അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണം? എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജീവിക്കേണ്ടത്? ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന അമ്മമാരോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്, ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ? പല അർത്ഥം കൊണ്ട് കേട്ടോ, ആർക്കും പൂർണ്ണ തൃപ്തി ഉണ്ടാവത്തില്ല. പല കാര്യങ്ങളുണ്ടാവും. ഫാക്ടറി പണമുണ്ടാവും, പണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം, ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം, സ്വന്തമായിട്ട് വീടില്ലാത്തതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ മക്കളുണ്ടാവത്തില്ല, ചിലപ്പോൾ മക്കളുണ്ടായാൽ തന്നെ മക്കൾ തിരിഞ്ഞ് നോക്കത്തുണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രശ്നങ്ങളും. ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം കാണും, അയാൾക്കൊട്ട് സ്നേഹം കാണത്തില്ല. ചിലപ്പോൾ അയാൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും അയാൾ ചില സമയങ്ങളൊക്കെ വേറെ സ്വഭാവമായിരിക്കും. ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ, അതുപോലെ സ്ത്രീകളിലുണ്ട് കേട്ടോ, പുരുഷന്മാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സ്ത്രീകളും ഉണ്ട്, അതില്ലെന്ന് പറയാൻ പാടില്ല. ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഇത് കണ്ണു തുറന്ന് കാണട്ടെ. ഓക്കെ, ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല. അപ്പം പലരും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെജോറിറ്റി സ്ത്രീകൾ ഇന്ന് ഈ അടിമത്വം സഹിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട കാര്യമാണ്. എൻ്റെ അച്ഛൻ അമ്മ ജീവിതം അതൊക്കെ എങ്ങനെയാണ് അവർ ജീവിച്ച് തീർത്തതെന്നൊക്കെ, തീർത്തതല്ല, അച്ഛൻ മരണപ്പെട്ടു, അമ്മ ജീവനോടെ ഉണ്ട്, എങ്ങനെയാണ് ഞങ്ങൾ വളർത്തുന്നതിൽ കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, പല സ്ത്രീകളും കുഞ്ഞുങ്ങളെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്, ആ ഒരൊറ്റ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ അവർ പറഞ്ഞ കണക്കിന് ജീവിതം വേണ്ടെന്ന് വയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഇറങ്ങിപ്പോയി മറ്റൊരു ജീവിതം തേടും. അതുകൊണ്ട് സിലു ടോക്സിലെ സല എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മൊത്തം ഹോൾ ഇതുപോലെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു വ്യക്തി മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് സലയുടെ ഈ ഒരു കോണ്ടന്റ് ഞാൻ എടുക്കുന്നത്. അതർവൈസ് സല എന്നുള്ളൊരു വ്യക്തിയെ വെച്ചുകൊണ്ട് ഇതൊരു കോണ്ടന്റാക്കി സലയെ കുറേ നാറ്റിക്കണം, അല്ലെങ്കിൽ അവരെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് എനിക്ക് റീച്ച് ഉണ്ടാക്കണം എന്നുള്ളൊരു ഒരു കാരണമില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന കുറേ അധികം ആൾക്കാരിൽ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ഇതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞൊരു കാര്യം. നിങ്ങളെ അടിമത്തത്തിൽ വച്ചേക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും പരമാവധി മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അത് പൊട്ടിച്ചെറിഞ്ഞ് പോവുക. കാരണം ഈ ഏറ്റുമാനൂർ ഒരമ്മയും 2 പെൺമക്കളും കൂടെ റെയിൽവേ ട്രാക്കിൽ പൊട്ടിച്ചിതറി ട്രെയിൻ ഇടിച്ച്, അതിനുശേഷം വേറൊരു അഡ്വക്കേറ്റ് സ്ത്രീ ഇല്ല, ഇതൊക്കെ നമ്മൾ കണ്ടു. എന്താ കാര്യം? എല്ലാം ഉണ്ട്, സാമ്പത്തികം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നു അവരുടെ അവസ്ഥ? അതുകൊണ്ട് ഈ കയറിലേക്ക് ചെന്ന് തൂങ്ങി അല്ലെങ്കിൽ റെയിൽവേ പാളത്തിലേക്ക് തിരഞ്ഞു പോകുന്നതിനെക്കാട്ടിലപ്പുറം അതിന് മുൻപ് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോവുക. പിന്നെ കുറേയൊക്കെ ഈ വീട്ടുകാരും ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വീട്ടുകാരും വലിയ പ്രശ്നക്കാരാണ്. കാരണം അഭിമാനശ്രുതി. കാരണം ഈ പെണ്ണ് വീട്ടിലേക്ക് ഇറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിനോട് എന്ത് പറയും, നാട്ടുകാരോട് എന്ത് പറയും, കുടുംബക്കാരോട് എന്ത് പറയും, ഇവരത് പറയില്ല, അവരിത് പറയില്ല എന്നൊക്കെ കാരണം കൊണ്ട് ഈ സ്ത്രീകളെ അടിച്ചമർത്തി നിങ്ങൾ എന്തായാലും സഹിച്ച് നീ അവിടെ നിന്നോ എന്ന് പറഞ്ഞ് അവസാനം കൊലയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. മനസ്സിലായില്ലേ? വിസ്മയുടെ കേസിൽ നമ്മൾ കണ്ടതാണ്. കുറേ അധികം കാര്യങ്ങളുണ്ട്. സോ നിങ്ങളുടെ എൻ്റെതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 5 മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഓരോ കുടുംബത്തിലൊക്കെ 5 പേരൊക്കെ തലക്കടിച്ചു വന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ. തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ കുറുവാ സംഘം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മക്കളെ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടിച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്ട്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണൊന്നും പറയാതിരുന്നത്. ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇത് ഓപ്പണായിട്ട് പറയണം, അതിനുശേഷം നിങ്ങളുടെ അന്ത്യചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നു. അതിനുവേണ്ടി എന്നെ കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. കണ്ടന്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു, അതിൻ്റെ റീസൺ എന്താണ്? പിന്നെ അതിൻ്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ്, ആരാണ് തെറ്റുകാരി, ആരാണ് തെറ്റുകാരൻ.
അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. ശരിക്കും എനിക്കിതൊരു കണ്ടന്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി ഒരു 3 വീഡിയോ ഇടാനുള്ള കണ്ടന്റ് ഇല്ലേ, അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. പക്ഷേ ഞാനത് മാക്സിമം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ റിവീൽ ചെയ്യാതെ ഞാനും എൻ്റെ മക്കളും വീട് മാറി പറഞ്ഞല്ലോ, വീട് മാറുന്നു അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പുറത്ത് എന്നെ അങ്ങേയറ്റം ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിന് അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കുറേ ആൾക്കാരായിട്ടാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവരാരെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഇവരുടെ പുറകെ നടന്നുകൊണ്ട് ആക്രമിക്കുന്ന രീതിയിൽ ഇവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അത് അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതർവൈസ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരാളുടെ ലൈഫിൻ്റെ അകത്ത് ഇപ്പോൾ യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷനാണ് നടക്കുന്നത്. യൂട്യൂബിൻ്റെ അകത്തോ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോ ഒരാൾ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്നത് കോണ്ടന്റാണ്, അത് റിയൽ ആണെന്ന് നിങ്ങൾ കാണാൻ പാടില്ല. അതിനകത്ത് എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബിഹൈൻഡ് ദ സീൻസ് ഇതൊന്നും ആയിരിക്കണമെന്നില്ല. ഓരോ വ്യക്തികളുടെയും റിയലും ഡിഫറൻ്റ് ആണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ചിലപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ആവണമെന്നേ ഇല്ല, വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ആവണമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിലു ടോക്സ് ആയിക്കോട്ടെ, മറ്റുള്ള ഇതര ചാനലുകളായിക്കോട്ടെ, അവർ നിങ്ങളുടെ മുമ്പിൽ കോണ്ടന്റ് ക്രിയേറ്റ് ആണ് ചെയ്യുന്നത്, കോണ്ടന്റ് ക്രിയേഷനാണ് ചെയ്യുന്നത്. അത് കോണ്ടന്റ് ആയിട്ട് കാണുക. അതർവൈസ് അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ എന്നുള്ള വാശി പിടിക്കാനുള്ള അർഹത ഇതൊന്നുമില്ല. പിന്നെ പബ്ലിക്കിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഞാൻ മുൻകാല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഫാമിലി ലൈഫിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എവിടെയെങ്കിലുമൊക്കെ തുറന്ന് കാണിക്കുന്ന സമയം മുതൽ ക്യൂരിയസ് ആയിട്ടുള്ള നമ്മുടെ ജനറ്റിക്കായിട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അന്യൻ്റെ കാര്യം അറിയാനുള്ള ചിന്താഗതി വളരെ കൂടുതലാണ്. ഇത്രയും പുരോഗമനപരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൽ, അഥവാ മലയാളികളുടെ കേരളത്തിൽ ബിഗ് ബോസ് എന്നുള്ള ഷോ ഇന്നും ടോപ്പാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ സീരിയലുകൾ ഇന്നും ടോപ്പാണ്. എന്താ കാര്യം? അതെല്ലാം മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കടന്നു കയറുന്നത് പോലത്തെ കാര്യങ്ങളിലാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏതുവരെ ആവരുത് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടതും ഈ പറയുന്ന എന്താ പറയുക, ഈ ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ചിന്തിക്കണം. എല്ലാവരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി അപ്പോൾ പിന്നെ അതല്ലാതെ അതിൻ്റെ പുറകെ വരുന്ന വേറെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒന്നും അറിയിക്കാതെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ റീച്ചിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, കണ്ടന്റിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ആരെയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഞാൻ എൻ്റെ ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ഫാമിലിയിൽ നടക്കുന്ന പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. 10-15 കൊല്ലമായിട്ട് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെയും എൻ്റെ അങ്ങേയറ്റം ഞാൻ ഈ ലൈഫ് ചിന്നിച്ചിതറി പോവാതിരിക്കാനും കൈവിട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ പുള്ളിക്കാരി സിലു ടോക്സിലെ ഈ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരത്തി തന്നെ കഷ്ടപ്പെട്ടിട്ട് യൂട്യൂബിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അടുത്തൊരു ന്യൂ ബോൺ ബേബിയൊക്കെ ഉണ്ടായതിന് ശേഷവും പിന്നെയും ആ യൂട്യൂബിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത് കുട്ടികളെ സ്കൂളിലേക്കുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അവരിതിനകത്ത് ഏൺ ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം വീഡിയോസ് ഇടുന്നു. അതിൽ നിന്ന് ഏൺ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ അവരുടെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഹസ്ബൻഡിന് ബിസിനസ് സംവിധാനങ്ങളൊക്കെ തുടങ്ങി കൊടുത്തോലും എനിക്ക് തോന്നുന്നു. കുറച്ച് കാലം മുമ്പാണ് അത് തോന്നുന്നത്. ഒരു ഹോം അപ്ലയൻസസോ അങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ആണിക്കല്ലായിട്ട് ഒരു നെടുന്തൂണായിട്ട് നിന്നൊരു പില്ലറാണ്, സ്ട്രോങ് പില്ലറാണ് സിലു ടോക്സിൽ എന്ന് വെച്ചാൽ പറയാതിരിക്കുന്ന വൃത്തിയില്ല. അമ്മാതിരി ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മറ്റ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ പല ആൾക്കാർക്ക് വേണമെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് മുൻകാലങ്ങളിൽ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള സമയങ്ങളിലൊക്കെ അപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലേഡിയാണ്. സോ ഇവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു. ഇത്രയും അറിയാം, നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് പറയുന്നിടത്ത് നമുക്ക് നിർത്താം. അതിനുശേഷം എന്താ കാരണം, ഇത് എന്ത് പറ്റി, അങ്ങേർക്ക് വേറെ വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടാണോ എന്നൊക്കെ ചോദ്യങ്ങൾ അസ്ഥാനത്തുള്ള ക്രിമിനൽ മൈൻഡ് സെറ്റോടുകൂടി അല്ലെങ്കിൽ സൈക്കോപാത്തുകളുടെ ചിന്താഗതി വെച്ചിട്ട് ചോദിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. മറ്റൊരാളുടെ ജീവിതം അയാൾ ജീവിച്ച് തീർക്കട്ടെ എന്ന് അവരുടെ ഇഷ്ടം പോലെ ജീവിച്ച് തീർക്കട്ടെ. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നത്, അതുപോലെ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് ഇതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. കാരണം മുൻപ് ഇവന്റെ 7 വയസ്സ് വരെ ഇവര് 2 പേരും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മക്കൾ. അതിന് ശേഷമാണ് ഇവള് പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ അതുവരെ ഇവൻ എന്റെ നെഞ്ചിലെ കിടക്കാം. വെറുതെ പറയല്ലേ, രാത്രി കടന്ന് രാവിലെ എണീക്കുള്ളൂ. നമ്മളെടുത്ത് മാറ്റി കിടത്തിയാലും 10 പേരും നേരത്തെക്കാം. അങ്ങനെ ആയിരുന്നു ഇവൻ. അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് 7 വർഷം. ഓക്കെ, അത് ആ മാറ്റിക്കടത്തലിൻ്റെ കാര്യം മനസ്സിലാകുന്നുള്ളവർക്ക് മനസ്സിലായി കാണും. എനിവേ ഒരു ആലോചിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അവർ വളരെ ഹാപ്പിനെസ്. അതിപ്പോൾ ഇത് എത്ര കാലത്തിന് മുമ്പുള്ള വീഡിയോ ആണെന്ന് അറിയത്തില്ല, എങ്കിലും
ഇത് 6 months മുമ്പ് ഉള്ള വീഡിയോ കേട്ടോ. ഒരു ഇൻ്റർവ്യൂ ആണ്. വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചു. അവർക്ക് അതിനിടയിൽ ഞാൻ അതിൽ കൂടുതൽ ഇനിയിപ്പോൾ പോകുന്നില്ല, കാരണം എൻ്റെ അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. പ്രധാനപ്പെട്ട പോയിന്റുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനകത്ത് അവർ പറഞ്ഞു പോകുന്നുണ്ട്, ഇപ്പം ഒരുമിച്ച് താമസിച്ച് വിരുദ്ധ മനസ്സോടുകൂടി ജീവിക്കുന്നത് നല്ലതല്ലേ? 2 വ്യക്തികൾ 2 വഴിക്ക് നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ അറിയുന്ന ഒരാൾ എനിക്കുണ്ട്. എനിക്ക് വളരെ പേഴ്സണലി അറിയുന്നത് നമ്മുടെ പൊളിഫിറോസ്ക DFK ബിഗ് ബോസിലെ സീസൺ 3 മത്സരാർത്ഥിയായിരുന്ന DFK, സജന ഫിറോസ് അവർ വേർപിരിഞ്ഞു എന്നൊക്കെറിയാം. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളുണ്ട് 2 പേർക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് നിന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കോൺടാക്റ്റ് വയ്ക്കുകയും വളരെയധികം നല്ല രീതിയിൽ പെരുമാറുകയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുമിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഔദ്യോഗികപരമായിട്ട് നിയമപരമായിട്ടും അവരെന്ത് ചെയ്യുക, അവർ വിവാഹിതരല്ല, ഡിവോഴ്സികളാണ്. ഓക്കെ, വിവാഹബന്ധം വേർപെടുത്തിയ ആൾക്കാരാണ്. നമ്മുടെ പ്രമുഖ സംവിധായകൻ പ്രിയദർശൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസി, അവർ ഡിവോഴ്സ് ആയവരാണ്. അവരിപ്പോഴും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ അത് കാലഘട്ടം മാറുന്നു. ഇപ്പോൾ ഡിവോഴ്സ് എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അയ്യോ എന്തിനങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ 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 എന്താ പറയുക, നമ്മൾ ഡിസ്കഷന് പോലും വെക്കേണ്ട കാര്യമല്ല. ഇതൊക്കെ വളരെ എന്താ പറയുക, ഇതൊന്നും ഒരു കാര്യമല്ല. ഒരു ഡിവോഴ്സിനോടുകൂടി ലൈഫ് എൻഡായി എന്നുള്ളതല്ല. ഡിവോഴ്സിന് ശേഷം ലൈഫുണ്ട്, വേണമെങ്കിൽ വേറെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാം, അതർവൈസ് ഒറ്റയ്ക്ക് പോകാനാണ് താല്പര്യം, അങ്ങനെ പോകാം. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡത്തിനെ നിങ്ങൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ പുറകെ സഞ്ചരിക്കാൻ കഴിയണം. അതിലെവിടെയെങ്കിലും ഒരു ഹമ്പും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്കും വെച്ചുകൊണ്ട് ഒരു ലൈഫിൽ ഒരു പാർട്ട്ണർ ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ബന്ധമായിക്കോട്ടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം ശരി ഡിഫിക്കൽട്ടായിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ബട്ട് എങ്കിലും അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളത്. കാരണം നമ്മളെല്ലാവരും വളരെ കുറച്ച് കാലമേ ഉള്ളൂ. 100 വർഷത്തിന് ശേഷം നിങ്ങളോ ഞാനോ ഈ ഭൂമി കാണത്തില്ല. ചാരമായിട്ടുള്ള മണ്ണിൻ്റെ അടിയിൽ കാണുമായിരിക്കും, എങ്കിലും അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇല്ലാത്ത നമ്മൾ എന്തിനാണ് ഇപ്പോൾ കിടന്ന് ഇങ്ങനെ ബലം പിടിക്കുന്നത്? ഇപ്പോൾ ജീവിക്കാനുള്ള ഈ ഒരു ടൈം പരമാവധി ഹാപ്പിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. അതിനുള്ള വഴികൾ നോക്കും. ഇതൊരു ഉപദേശമേ അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ള കാര്യമുള്ളൂ. എന്തായാലും സിരുവിൻ്റെ ലൈഫ്, അതുപോലെ തന്നെ ഇക്കയുടെ ലൈഫ്, ഞാൻ പറയുന്നത് തന്നെ റെസ്പെക്ട്ഫുള്ളി കാണണമെന്നാണ്. അദ്ദേഹത്തിനും ഒരു ലൈഫുണ്ട്, അവർക്കും ഒരു ലൈഫുണ്ട്, അവരുടെ 5 കുഞ്ഞുങ്ങൾക്ക് ലൈഫുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അത് കാണണം. അവരുടെ തീരുമാനത്തിന് ആ ഡിസിഷനൊപ്പം നിൽക്കണം. അവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവരെ പിന്നോട്ടടിക്കുന്ന രീതിയിലേക്കുള്ള കുഴികൾ വെട്ടാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അവർ മുന്നോട്ട് പോട്ടെ, ഇക്കയും മുന്നോട്ട് പോട്ടെ, സിലോയും മുന്നോട്ട് പോട്ടെ, കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അത് ഡിവോഴ്സ് എന്നുള്ള കാര്യത്തിൻ്റെ അകത്തും ആശംസ തന്നെയാണ് കൊടുക്കാറുള്ളത്. അതൊരുമാതിരി സാഡായിട്ടുള്ള സാധനമൊന്നുമല്ല. തിരിച്ചറിഞ്ഞു, അതിനുശേഷം 2 വഴിക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് ഒരുമിച്ച് പറ്റത്തില്ലടേ, നമ്മളിനി എന്താണ് അടി കൂടുന്നത്, ശരി ഇത് വിട്ടേക്കാം, പലരും വിട്ട് കുഞ്ഞുങ്ങൾ കാര്യമുണ്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോവാം. അങ്ങനെ പോകാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട് സമൂഹത്തിൽ. ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണും ഗൈസ്. ബൈ.